വിഷമത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഇത്താത്തൻ്റെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ 4 ചെക്കന്മാർ, അതായത് ഗൾഫിൽ നിന്നാണ് വിളിച്ചിട്ട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുഖം കാണിക്കവേ അവരുടെ നമ്പർ അടക്കം ഇതിൽ പോസ്റ്റ് ആക്കും എന്നാണ് ഇത്താത്ത പറഞ്ഞത്. കാരണം വളരെ പ്രയാസപ്പെട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ കൊളത്തൂർ ബാറ് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് തോട് കഴിഞ്ഞ് ഇടത്തെ സൈഡിലാണ് ഈ കട. ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഇത്താത്തക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം കിട്ടിയൊരു മേശയാണിത്. അതുപോലെ പല ആളുകളും ഇത്താത്തനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്താത്ത 25 വർഷമായിട്ട് ഭർത്താവില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എന്താ പറഞ്ഞാൽ വീട്ടിൽ 3 കുട്ടികളാണ്. കുടുംബം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. വീട്ടിലുണ്ടാക്കുന്ന കനങ്ങളും അതുപോലെ തന്നെ ബിരിയാണിയും അതുപോലെ ചെറിയൊരു ചായക്കടയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പർ ഒന്നും പാടെ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്താത്തനെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ ആണുങ്ങളും കുടുംബം കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം. വലിയ സെറ്റപ്പുള്ള കടകളൊന്നുമല്ല എങ്കിൽ പോലും. അപ്പോൾ ഇത്താത്തൊക്കെ പറയാനുള്ള പാടെ നിങ്ങൾ കേൾക്കണം. കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത മാമിൻത എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, സൈഫിൻ്റെ ഒരു അയൽവാസിയാണ്. എൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുകേട്ട് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് കുറേ പൈസ, കുറെ ഒരു മേശ വാങ്ങാനുള്ള പൈസയും വെള്ളം വാങ്ങാനുള്ള പൈസയൊക്കെ അയച്ചു തന്ന്. അത് തന്നോലെ ആരൊക്കെ എന്താ എനിക്കറിയില്ല. ഓർക്ക് ദീർഘായുസ് ആരോഗ്യം കൊടുക്കാൻ എപ്പോഴും ഞാൻ പഠിച്ചതിനോട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷാല്ലാ അപ്പോൾ ഇവിടെ മേശയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ തരാം. ഇത്താത്തൻ്റെ നമ്പറല്ല തരുന്നത്, ഗൂഗിൾ പേ ഉള്ള നമ്പറാണ് തരുന്നത്. ആരെങ്കിലും ഇനി മോശമായി ഇത്താത്തക്ക് മോശമായ അനുഭവം ഉണ്ടായിരുന്നു. 2-3 ആൾക്കാർ വിളിച്ചിന് പലതും പറഞ്ഞു. ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ. ഇല്ല നിങ്ങൾ കരയണ്ട, ഇത്താത്ത കരയണ്ട. കാരണം ഇത്താത്തിൻ്റെ ബുദ്ധിമുട്ട് വിഷമം കൊണ്ട് ഇതേപോലത്തെ ഒരു ഇത്താത്തിനെ വിളിച്ച് 10-60 വയസ്സുള്ള ആളുകളെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താണോ, ഉളുപ്പുണ്ടോ ചങ്ങായിമാർ? അതിനായിട്ട് നടക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്. കരീംക്ക അതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. ഇല്ല നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട, ഇൻഷാല്ലാ. അപ്പം നമ്മൾ ജനങ്ങളോട് തന്നെ പബ്ലിക്കിൽ പറയുന്നുണ്ട്. കാരണം ഈ ഒരു മുഖത്ത് നോക്കിയിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അതേപോലെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് ഫോട്ടോ അടക്കം ഞങ്ങൾ പോസ്റ്റ് ആക്കുന്നതായിരിക്കും. ഓരോ കുടുംബം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആയിക്കോട്ടെ. ഞാൻ 3 കുട്ടികളെ, ഞാൻ ഒരാണില്ലാതെ ഞാൻ കല്യാണം കഴിച്ച് വിട്ട് എത്രയും ബുദ്ധിമുട്ടായിരുന്നിട്ട് പിന്നെ ഒരാളൊരു ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. അപ്പോൾ ഓരോ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാർ ഇത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ പറയാം: 8086911559. ടിക്ടോക്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നില്ല, കാരണം ഈ വീഡിയോ ബാൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ നമ്പർ കൊടുക്കുക. ഒരു പ്രാവശ്യം പാടെ പറയുന്നുണ്ട്: 8086911559. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ സഹായിക്കുക. ഇനി എയർപോർട്ട് റോഡ് വഴി പോകുന്ന സമയത്ത് വിളിച്ചിട്ട് സൈഫിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം. കാരണം എന്നോട് എയർപോർട്ടിൽ ചെല്ലാൻ പറഞ്ഞ് കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു. മാഷാ അല്ലാ, എയർപോർട്ടിൽ വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ തത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല മനസ്സുള്ള ആളുകൾ സഹായിക്കുക. അല്ലാത്തവർ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവുക അല്ലേ? ആയിക്കോട്ടെ, എന്നാൽ ശരി.